ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വയ്ക്കുന്ന ത്രിഭാഷാ പദ്ധതിയും നമ്മൾ 68 മുതൽ പിന്തുടർന്നു വരുന്ന ത്രിഭാഷാ പദ്ധതിയും വലിയ വ്യത്യാസമുണ്ട്. 68 പ്രഖ്യാപിച്ച ത്രിഭാഷാ പദ്ധതിയിൽ വാസ്തവത്തിൽ 2 ഭാഷകൾ നിർബന്ധിത ഭാഷകളായിരുന്നു. ആ ഭാഷകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. എന്തായിരുന്നു ആ ത്രിഭാഷാ പദ്ധതിയുടെ സൂത്രവാക്യം? ഒന്നാമത്തെ ഭാഷ കുട്ടിയുടെ മാതൃഭാഷ. കേരളത്തിലാണെങ്കിൽ അത് മലയാളമാകാം, കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ തമിഴോ കന്നഡയോ ഒക്കെ ആകാം. ഇതാണ് ഒന്നാമത്തെ ഭാഷ. രണ്ടാമത്തെ ഭാഷ പറഞ്ഞത് രാഷ്ട്രഭാഷയായ ഹിന്ദി എന്നാണ്. ഈ ഹിന്ദി മാത്രം രാഷ്ട്രഭാഷയായി പറഞ്ഞത് ആണ് ഭാരതത്തിൽ നിരവധി ഭാഷകളുള്ള ഭാരതത്തിൽ ഒരു ഭാഷയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നു, അതിനെ മാത്രം രാഷ്ട്രഭാഷയായി പറയുന്നു. ഭാരതത്തിലുള്ള എല്ലാ ഭാഷകളും രാഷ്ട്രഭാഷ ദേശീയ ഭാഷകളായിരിക്കെ ഒരു ഭാഷയ്ക്ക് മാത്രം എന്തുകൊണ്ട് പ്രാധാന്യം എന്ന രീതിയിൽ ഭാഷകൾ തമ്മിലുള്ള വിഭജനം ഉണ്ടായി. അതിൻ്റെ കാരണത്താലാണ് നമ്മുടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഈ പദ്ധതി സ്വീകരിക്കാതിരുന്നത്. കഴിഞ്ഞ 50 വർഷമായിട്ട് അവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി ഭാഷ പഠിക്കാനുള്ള അവസരം അതോടുകൂടി നിഷേധിച്ചു. മൂന്നാമത് പറഞ്ഞത് സർവ്വദേശീയ ഭാഷയായ ഇംഗ്ലീഷ്. നോക്കൂ, സർവ്വദേശീയ ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാത്രമല്ല ഉള്ളത്, നിരവധി ഭാഷകളുണ്ട്. നമ്മുടെ ആൾക്കാർ ഏത് വിദേശ രാജ്യവുമായിട്ടാണോ അവരുടെ തൊഴിൽപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ ഭാഷ പഠിക്കുകയായിരുന്നു എങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ ഗുണമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണ്. പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിലെ അധിക രാജ്യങ്ങളുടെയും ഭാഷ വ്യത്യസ്തമായ ഭാഷകളാണ്. ചൈനീസ് ഭാഷയുണ്ട്, ജപ്പാനീസ് ഭാഷയുണ്ട്, കൊറിയൻ ഭാഷയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി ആൾക്കാർ തൊഴിലിന് വേണ്ടി പോകുന്ന അറബ് രാജ്യങ്ങളിലെ ഭാഷ അറബിയുണ്ട്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം വികസിച്ച് വന്ന ഇസ്രയേലിൻ്റെ ഹിബ്രു ഭാഷയുണ്ട്. ഈ ഭാഷകളെ ഒന്നും നമ്മൾ നമ്മുടെ വിദേശ ഭാഷകളായി ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ട ഭാഷകളായിട്ട് പരിഗണിച്ചില്ല. ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ ഇംഗ്ലീഷും ഹിന്ദിയും അടിച്ചേൽപ്പിക്കുന്ന ഒരു ത്രിഭാഷാ പദ്ധതിയായിരുന്നു അത്.